ഹലോ ഫ്രണ്ട്സ്, ഇന്നലെ പുറത്ത് പോയപ്പോൾ കണ്ട അടിപൊളി കുറച്ച് കാഴ്ചകളാണ് കേട്ടോ ഈ വീഡിയോയിലുള്ളത്. അപ്പം നല്ല അടിപൊളിയായിട്ടുള്ള ക്രിസ്മസ് സ്പെഷ്യൽ ഒരു ഇതാണ്. നല്ല കാഴ്ചകളും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഒരു പള്ളിയോട് ചേർന്നിട്ട് അവരൊരുക്കിയതെന്നാണ് കേട്ടോ. പുൽക്കൂടും കുറച്ച് മൃഗങ്ങളുടേത് എല്ലാം ഉണ്ടായിരുന്നു കേട്ടോ, കാണാമേ. ഇതാദ്യം ഞാൻ ഇവിടെ നിന്ന് എടുത്തത്, ഇത് അപ്പുറത്തുകൂടി വന്ന് നല്ല ഇതിൻ്റെ മുന്നിൽ വന്നിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. ഫോട്ടോയൊക്കെ എടുക്കാനായിട്ട് പ്രത്യേകം അവിടെ എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഫോട്ടോസൊക്കെ എടുക്കാനായിട്ടൊക്കെ നല്ല ഒരു ഇതാണ് കേട്ടോ, അടിപൊളി. നല്ല ഭംഗിയുണ്ടായിരുന്നു. ഇതിൽ കാണുന്ന പോലെയല്ല കേട്ടോ, നേരിട്ട് നമ്മൾ ഈ ലൈറ്റും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ ഉണ്ടല്ലോ ഒരു പ്രത്യേക വൈബല്ലേ. ഒരുപാട് പേര് വന്ന് ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു. ഇതിന് പാസ്സൊന്നും ഇല്ല കേട്ടോ, ഫ്രീ ആണ്. ഒരു പള്ളിയോട് ചേർന്ന് അവരൊരുക്കിയ കുറച്ച് ഭംഗിയുള്ള കാഴ്ചകളാണ്. പാട്ടിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ, അതുകൊണ്ട് ഞാൻ പിന്നെ അത് മ്യൂട്ടാക്കി വിട്ടു, അല്ലെങ്കിൽ ഇനി കോപ്പറേറ്റ് അടിച്ചാലും. പാട്ടിട്ടിട്ടുണ്ട് അവരെ, നല്ല അടിപൊളിയായിട്ടുള്ള ഒരുപാട് പേരുണ്ടായിരുന്നു കേട്ടോ. ഇത് നമ്മൾ അങ്ങോട്ട് പോകുമ്പോൾ ഇത് കണ്ടതാണ്, അപ്പോൾ ഇങ്ങോട്ട് തിരിച്ച് വരുമ്പോൾ കയറാമെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ പോയി. ഭീമയിൽ പോയി പൊന്നുക്കുട്ടനൊരു കൊലുസ് വാങ്ങാനായിട്ട് മാർത്താണ്ഡം ഭീമയിൽ പോയതാണ് കേട്ടോ. ആ വഴിയാണ് ഈ സംഭവം കണ്ടത്. അപ്പോൾ അടിപൊളിയല്ലേ. ഇതേ ഒരു പപ്പിക്കുട്ടി കണ്ടോ ഫ്രണ്ട്സ്, ഹായ് എന്താ ക്യൂട്ട്. പൊന്നുക്കുട്ട കൈകൊണ്ട വെച്ച് കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. സർക്കസ്. നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ. ഇതൊക്കെ ഇവർ ആരെങ്കിലും വാങ്ങുമെന്ന് തോന്നുന്നു കേട്ടോ ഇതിങ്ങനെ, അതോ അവരവരുടെ വീട്ടിലുള്ളത് കൊണ്ട് ഇങ്ങനെ കാണാൻ വേണ്ടി ഇട്ടിരിക്കുകയാണോ എന്നറിയില്ല. എന്തായാലും നല്ല ഭംഗിയുണ്ട് കാണാൻ. മീനിതാണ് കേട്ടോ, മീൻ ചെറിയ, അതിൻ്റെ അകത്ത് മീനുകൾ ഓടുന്നുണ്ട്. പിന്നെ അങ്ങോട്ടൊക്കെ വേറെ കോഴിയും കാര്യങ്ങൾ അതൊക്കെ ഉണ്ട്, നല്ല ഭംഗി. പിന്നെ മുയലുണ്ട് കേട്ടോ, കൊച്ചു മുയൽ. ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ, കണ്ടോ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് കാണുമ്പോഴേ അറിയാമല്ലോ. ഒത്തിരി സമയം, ഒരുപാട് പേരുടെ ഹാർഡ് വർക്ക് ഉണ്ട് ഈ ഒരു സംഭവം ഇങ്ങനെ സെറ്റ് ചെയ്തെടുത്തതിൽ അല്ലേ. ആ ഒരു ഗ്രൗണ്ട് മുഴുവൻ ഇങ്ങനെ മൊത്തം ഡെക്കറേഷന്. അതിൻ്റെ അവിടെയൊക്കെ നിന്ന് കുട്ടികളൊക്കെ ഫോട്ടോ എടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. കുഞ്ഞുങ്ങളുടെയൊക്കെ ഫോട്ടോ നമ്മൾ അവിടെ അതിൻ്റെ നടുക്ക് നിർത്തിയിട്ട് അവരെടുക്കുന്നുണ്ട്. ക്രിസ്മസ് അപ്പൂപ്പൻ്റെ കൂടെ നിർത്തി ഫോട്ടോ എടുക്കാം. വലിയൊരു ക്രിസ്മസ് അപ്പൂപ്പനെ അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇപ്പുറത്തായിട്ട്. അതിപ്പോൾ കാണിക്കാം ഫ്രണ്ട്സ്. ഇത് നല്ല മഴ പെയ്യുന്നത് പോലെ ഉണ്ടല്ലേ. ഇനിയാണ് ക്രിസ്മസ് അപ്പൂപ്പൻ മഞ്ഞിൽ അങ്ങനെ നിൽക്കുന്നു. ക്രിസ്മസ് അപ്പൂപ്പൻ നിറയെ ഗിഫ്റ്റുകളൊക്കെ സെറ്റ് ചെയ്തിരിക്കുന്നു. അതിൻ്റെ അപ്പുറത്ത് നേരെയുള്ള വശത്ത് പോയി ഞാൻ എടുത്തു, അത് കാണിച്ചു തരാമേ. ഇത് പുറകുവശമാണ്. അതിങ്ങനെ കറങ്ങി നമ്മളങ്ങനെ ഫ്രണ്ടിൽ വന്നു. ക്രിസ്മസ് അപ്പൂപ്പൻ. പൊന്നുക്കുട്ടൻ ഇതൊക്കെ കണ്ടപ്പോൾ എന്താണ്, ഇതൊക്കെ വാരി എടുത്താൽ കൊള്ളാമെന്നുണ്ട് കേട്ടോ. ആ സമ്മാനങ്ങളൊക്കെ ഒന്ന് കുത്തിപ്പൊക്കിയാൽ കൊള്ളാമെന്നുണ്ട് പൊന്നുനി. മുന്നേ മാമൻ വഴക്കിടുമെന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ സമാധാനപ്പെട്ട് നിൽക്കുകയാണ് കണ്ടോ. അതുപോലെ അവിടെ നിന്ന് ഫോട്ടോയൊക്കെ എടുക്കാം. അത് അങ്ങനെയൊക്കെ നല്ല ഭംഗിയായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടെ 2 കോഴികളുണ്ടായിരുന്നു. ഇത് എന്ത് കോഴിയാണെന്ന് എനിക്കറിയില്ല. കോഴിയാണോ? ആ ടർക്കി കോഴീനെ പോലെ ഉണ്ടല്ലേ. അതെടുത്തിട്ടുണ്ട്. വേറൊരെണ്ണം മരത്തിൻ്റെ മുകളിൽ കയറിയിരിപ്പുണ്ട്. അത് ലാസ്റ്റാണ് കേട്ടോ കണ്ടത്. അത് മരത്തിൻ്റെ മുകളിലിരിക്കുകയാണ്, ലൈറ്റിൻ്റെ ഇടക്ക് കയറി ഒരു കോഴി. പറന്നു പോകുന്നൊന്നുമില്ലേ. അത് പൊന്നുമാണ് കണ്ടത്, ഞാൻ കണ്ടിട്ടില്ലായിരുന്നു ആദ്യം. പുൽക്കൂട് കണ്ടോ ഫ്രണ്ട്സ്, വിശാലമായ ഒരു പുൽക്കൂട്. വളരെ വലിയ ഇതൊക്കെ കണ്ടോ, പ്രതിമകൾ അതൊക്കെ വെച്ച് ഒരുക്കിയ വലിയൊരു പുൽക്കൂട്. അത്രയും പ്ലേസ് മുഴുവൻ ഒരു പുൽക്കൂടിന് വേണ്ടിയിട്ട് കേട്ടോ. ഉണ്ണീശോ പിറന്നു. അതൊക്കെ നല്ല ഭംഗിയുണ്ടല്ലേ. അങ്ങനെ ഇതൊക്കെ പിടിച്ച് കഴിഞ്ഞാണ് കുറച്ചങ്ങോട്ട് മാറിയപ്പോൾ താറാവുകൾ, കുഞ്ഞു താറാവുകൾ കേട്ടോ, കുഞ്ഞു താറാവുകൾ. അത് വെള്ളത്തിലോട്ട് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഭക്ഷണം കഴിക്കാനായിട്ട് പോകും കേട്ടോ. അവരവിടെ കുറച്ച് ഫുഡ് വെച്ചിട്ടുണ്ട്, അത് കഴിക്കാനായിട്ട് ഇപ്പം കയറും. എല്ലാവരും കയറുന്നുണ്ട്. കയറി അതാ പോകും. ഇതൊക്കെ കാണുന്ന ഒരു രസമല്ലേ. അവിടുന്ന് വെള്ളം ഇങ്ങനെ ഒഴുകി വരും കേട്ടോ. അപ്പോഴാണ് ഇവരെല്ലാവരും കൂടി തലയൊക്കെ ഇളക്കി ഇങ്ങോട്ട് കുളിക്കുന്നത്. ഒരെണ്ണം കയറണില്ല. അതിൻ്റെ തൊട്ടപ്പുറത്തൊരു മുയലിരിക്കുന്നത് കണ്ടോ ഫ്രണ്ട്സ്. 2 മുയലുണ്ട്. പൊന്നു പറഞ്ഞ് 2 മുയലുണ്ട്. ഒരെണ്ണം അതിൻ്റെ ആ പുല്ലിൻ്റെ ഇടക്കായിപ്പോയി കേട്ടോ, അത് ഞാൻ കണ്ടില്ല.
ആ പുല്ലിൻ്റെ പുറത്തുകൂടി ഈ താറാവ് നടന്നു വരുന്ന കാണാൻ നല്ല ഭംഗിയായിരുന്നു. പക്ഷെ അപ്പോൾ ഞാൻ അതിനടുത്തെത്തിയില്ലായിരുന്നു കേട്ടോ. അത് ശരിക്ക് എടുക്കാൻ പറ്റിയില്ല. നല്ല ഭംഗിയാണ്, കുഞ്ഞു താറാവുകളല്ലേ. അപ്പോൾ അതെല്ലാം ആ പുല്ലിൻ്റെ പുറത്തുകൂടി ഓടി ഓടി വരുന്ന കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. ഇതിപ്പോൾ വെള്ളം അവിടെ നിന്ന് അവർ തുറന്നു വിടും കേട്ടോ. കുറച്ച് വെള്ളം അങ്ങനെ തുറന്നു വിടുമ്പോൾ ഈ വീണ്ടും ചാടി ഇറങ്ങി കുളിക്കും. മുയൽ, ചെറിയ മുയൽ. ഒരു മുയൽ ഒളിച്ചിരിക്കുവാണ്, ഒരു വെള്ള കളറിലെ ക്യൂട്ട് മുയൽ. അത് ഒളിച്ചിരിക്കുക, അതിൻ്റെ അപ്പുറത്ത് ഒളിച്ചിരിക്കുക. ഓക്കെ, അങ്ങനെ നമ്മുടെ ക്രിസ്മസ് കാഴ്ചകളൊക്കെയാണ് ഫ്രണ്ട്സ്. ഇതുപോലെ ഒരുപാടുണ്ട് കേട്ടോ, ഒരുപാട് കാഴ്ചകളൊക്കെ ഉണ്ട്. പിന്നെ നമ്മൾ പുറത്തൊക്കെ പോകുമ്പോൾ പറ്റുന്നതൊക്കെ ഇങ്ങനെ എടുക്കും കേട്ടോ, കളക്ട് ചെയ്തെടുക്കും. താറാവിനിപ്പോൾ വെള്ളം തുറന്നു വിട്ടിട്ടുണ്ട്. ഇപ്പോൾ ബഹളം, കീ 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 എന്ന സൗണ്ടൊക്കെ ഉണ്ട്. പക്ഷേ പാട്ടുള്ളതുകൊണ്ടാണ് ഞാനത് മ്യൂട്ടാക്കിയത് കേട്ടോ. ഇതിൻ്റെ ഒറിജിനൽ വോയിസിൽ കേൾക്കാനാണ് കൂടുതൽ രസം, പക്ഷെ പാട്ടുള്ളതുകൊണ്ട് പറ്റില്ലല്ലോ. ഇതുമൊക്കെ കഴിഞ്ഞു. അങ്ങനെ അത് കഴിഞ്ഞപ്പോഴാണ് പൊന്നു മരത്തിലൊരു കോഴി ഇരിക്കുന്നത് കാണിച്ചത്. അപ്പോൾ നമ്മൾ അതിനെയും കൂടി അങ്ങ് പിടിച്ചെടുത്തു. നല്ല സുന്ദരനൊരു കോഴി. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറന്നുപോലെ ഒരു ഹൈപ്പ് കൂടി തരണേ. താങ്ക്